ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധത്തിൽ ചൊറിയാൻ വന്നാൽ നോക്കി നിൽക്കില്ല. നാറ്റോ സഖ്യത്തിനെ തിരിച്ചു ഭീഷണിപ്പെടുത്തിയത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് പൊളിച്ചടുക്കിയത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണോ മറ്റിടത്തു നിന്ന് വാങ്ങണോ എന്നത് ഇന്ത്യ തീരുമാനിക്കും. ഞങ്ങളുടെ ജനങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ഞങ്ങൾക്കൊരു പ്രധാന മുൻഗണന എന്നതും ഞാൻ ആവർത്തിച്ചു പറയട്ടെ. ഡൽഹിയിൽ നടന്ന പ്രതിവാര മാധ്യമ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയ കാര്യങ്ങളാണിത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തിയില്ല എങ്കിൽ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് നാറ്റോയുടെ ഭീഷണിയുണ്ടായിരുന്നു. ആ ഭീഷണിക്കാണ് ഇപ്പോൾ തക്കമായ നാണയത്തിൽ തന്നെ ഇന്ത്യ ചുട്ട മറുപടി നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇത്തരത്തിലാണ്: ഇരട്ട മാനദണ്ഡങ്ങൾക്കെതിരെ കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നതിനെതിരെ ഞങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കും. ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നീ രാജ്യങ്ങൾ മോസ്കോയുമായുള്ള സാമ്പത്തിക ബന്ധം പരിശോധിക്കണമെന്നും അല്ലെങ്കിൽ റഷ്യ സമാന ചർച്ചകൾക്ക് പ്രതിജ്ഞാബദ്ധമായില്ല എങ്കിൽ 100% ദ്വിതീയ ഉപരോധങ്ങൾ തന്നെ നേരിടേണ്ടി വരുമെന്നും US സെനറ്റർമാരായ വ്യക്തികൾ വാഷിംഗ്ടണിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ നാറ്റോ മേധാവി റൂട്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വരികയാണ് ചെയ്തത്. റഷ്യയുമായി വ്യാപാരം നിലനിർത്തുന്ന രാജ്യങ്ങൾക്ക് കടുത്ത തീരുവ ചുമത്തുമെന്നും ഈ ആഴ്ച ആദ്യം ഭീഷണിപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിനെയാണ് ഇവർ ആവർത്തിച്ച് വ്യക്തമാക്കിയതും. ഈ 3 രാജ്യങ്ങളോടും എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ബെൽജിയമിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ താമസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബ്രസീൽ പ്രസിഡന്റ് ആണെങ്കിൽ അത് പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിച്ചേക്കാം. കാരണം ഇത് നിങ്ങളെ വളരെയധികം ബാധിച്ചേക്കാവുന്ന വിഷയമാണ് എന്നതായിരുന്നു ഇവർ വ്യക്തമാക്കിയത്. റഷ്യ ചർച്ചകൾക്ക് സമ്മർദ്ദത്തിലാക്കാൻ അദ്ദേഹം ഈ രാജ്യങ്ങൾക്ക് അഭ്യർത്ഥനയും ചെയ്തു. ദയവായി വ്ളാഡിമിർ പുടിനെ വിളിച്ചുകൊണ്ട് സമാധാന ചർച്ചകൾ ഗൗരവമായി എടുക്കണമെന്ന് അദ്ദേഹത്തോട് പറയുക എന്നതാണ് പറഞ്ഞത്. അല്ലാത്ത പക്ഷം ഇത് ബ്രസീലിനും ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ വലിയ തോതിൽ തിരിച്ചടിയാകുമെന്നായിരുന്നു ഇവരുടെ മുന്നറിയിപ്പ്. എന്നാൽ ഇതിനെല്ലാം പിന്നാലെയാണിപ്പോൾ ശക്തമായ മറുപടി നൽകിക്കൊണ്ട് രൺധീർ ജയ്സ്വാൾ തന്നെ രംഗത്ത് വരുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകൾ, വെടിക്കോപ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള അധിക സൈനിക സഹായം യുക്രൈന് നൽകണമെന്ന് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു പ്രസ്താവന വന്നത്. ഗുരുതരമായ സമാധാന ചർച്ചകളിൽ ഏർപ്പെടുവാനോ അല്ലെങ്കിൽ പൂർണ്ണമായ ദ്വിതീയ ഉപരോധങ്ങൾ തന്നെ നേരിടാനോ ട്രംപ് റഷ്യയ്ക്ക് 50 ദിവസത്തെ നിയമപരിധി നൽകിയതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണിപ്പോൾ ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയതിനെതിരെ ചുട്ട മറുപടി നൽകി രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.